സമതയുടെ സാഫല്യം മോഹനരസപൂരം മലയാളം വിവേക കലയുടെ സ്നേഹാക്ഷരേണ സമതയുടെ സാഫല്യം മോഹനരസപൂരം ഇരയിമൻ പാടുന്നു പദങ്ങളിൽ ഭാവാർദ്രമാ സുഗന്ധിനി നാടുന്നു പാതിപദാരവിന്ദത്തിൻ പ്രേമാതിരേക സൗരഭ്യം ജാതീയ ചിന്തകാലത്തെ കാരണങ്ങു തിന്നു തീർക്കുമ്പോൾ മൂഢപ്രഭുക്കളെ പോലിൽ തോൽപ്പിച്ച നാട് മലയാളം ഈ സ്വപ്നവേദി പുകളേറും നാടിൻ ചരിത്രമാകട്ടെ താരകങ്ങളായി നിരന്നു കരയുടെ നൂപുരങ്ങൾ ധ്വനി പകർന്നു കടലല കഴുകുമിളം നിലവുകളിൽ വിരവോട് യവനികയുയരാഭാവപൂർണനയനം രോമഹർഷമാനന്ദപുരിയും കുടിപ്പള്ളിക്കൂടങ്ങളിൽ വിരൽ പിടിച്ചെഴുതീച്ചും അടിയാന്റെ സമരങ്ങളിൽ അവകാശം പഠിപ്പിച്ചും നാനാമതങ്ങളെന്നാലും സാരാംശമൊന്ന് ചൊന്നോരേ നാരായണൻ
നാടിന്റെ വചനങ്ങൾ നാടേറ്റെടുത്ത സമയങ്ങൾ ചട്ടമ്പി സ്വാമി വൈകുണ്ഠ സൃഷ്ടിച്ചെടുത്ത നവലോകം സാഹിത്യ സർഗ വ്യവഹാരം മാറ്റിപ്പണിഞ്ഞൊരവബോധം ആശയങ്ങളായി നിറഞ്ഞു നവയുഗ നിർമ്മതിക്കു കൂട്ടുചേർന്നു വളരുക വരികളിലും യുവജന കാമന തെളിയാറാൻ ഗോത്രസംഘ നൃത്ത വേഗജലകം മാത്ര തോറും മധുരം നടനമയമാം രംഗം ശ്രീവര സംഗീതം അകമലയുടെ കൈത്താളം പ്രതിഭയുടെ മാമാങ്കം അറിവില്ലാത്തേ അകമലമാഘോഷം ചുവടിലും ഉയിലും അതിശയ ചടുലത മൊഴികളിൽ മിഴികളിൽ ഉണരണ ചനിശതയില ആരംഭം നടനമയമാം രംഗം ശ്രീവര സംഗീതം അകമലയുടെ കൈത്താളം സ്വാഗതഗാനത്തിന് മനോഹരമായ നൃത്താവിഷ്കാരം നടത്തി മന്ത്രിമാർ, MP-മാർ, MLA-മാർ, വേദിയിലെ സദസ്സിലെയും മറ്റ് വിശിഷ്ട വ്യക്തികൾ, ഈ കലോത്സവത്തിന്റെ ഭാഗമാകാൻ എത്തിച്ചേർന്ന ഏവർക്കും സ്വാഗതം. 63ാമത് കേരള സ്കൂൾ കലോത്സവം തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ശേഷം ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പൈതൃക നഗരമായ തിരുവനന്തപുരത്തേക്ക് കലോത്സവം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ കലോത്സവം ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരത്ത് 25 വേദികളിലായിട്ടാണ് സംഘടിപ്പിക്കുന്നത്. 25 വേദികളിലായി 249 ഇനങ്ങളിൽ ഏകദേശം 15,000-ഓളം കലാപ്രതിഭകളാണ് ഈ മേളയിൽ മാറ്റുരയ്ക്കുന്നത്. ഈ വർഷത്തെ സ്കൂൾ കലോത്സവത്തിന്റെ മറ്റൊരു പ്രത്യേകത, സ്ഥിരമായുള്ള കലാമത്സരങ്ങൾക്ക് പുറമെ 5 തദ്ദേശീയ നൃത്തരൂപങ്ങൾ കൂടി ഈ വർഷം മേളയുടെ ഭാഗമാവുകയാണ്. എന്തുകൊണ്ടും എല്ലാ രീതിയിലും വളരെ മനോഹരമായി തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പും മറ്റ് വകുപ്പുകളുടെയും എല്ലാവരുടെയും സഹകരണത്തോടെ ഈ മേള ഇന്ന് ഇവിടെ തുടക്കമാവുകയാണ്. 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളാണ്. കേരളത്തിന്റെ വികസനത്തിന് നേതൃത്വം നൽകുന്നതോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസത്തിനും തുല്യ പ്രാധാന്യം നൽകി അക്കാഡമികവും അക്കാഡമികേതരവുമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാന്യനായ പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർകളാണ്. പൊതുവിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ഈ കലോത്സവം സംഘടിപ്പിക്കുന്നതിൽ തുടക്കം മുതൽ തന്നെ ഞങ്ങൾക്ക് നേതൃത്വം നൽകി എല്ലാ കാര്യത്തിലും സൂക്ഷ്മമായ ഓരോ കാര്യങ്ങളിലും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശം നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നേതൃത്വം നൽകുന്ന ബഹുമാന്യനായ അധ്യക്ഷൻ, ബഹുമാന്യനായ പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർകളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മുഖ്യാതിഥികളായി നമ്മളോടൊപ്പം മന്ത്രിമാർ പങ്കെടുക്കുന്നു. ബഹുമാന്യനായ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ, അദ്ദേഹമാണ് സ്വാഗത സംഘം ചെയർമാൻ. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
ബഹുമാന്യനായ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവർകൾ മുഖ്യാതിഥിയാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ അവർകൾ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാന്യയായ ആരോഗ്യം വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് മാഡത്തെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം നമ്മളോടൊപ്പം മുഖ്യാതിഥികളായി ബഹുമാന്യനായ MLA അഡ്വക്കേറ്റ് ആന്റണി രാജു പങ്കെടുക്കുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തിരുവനന്തപുരം നഗരസഭയുടെ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ, ബഹുമാന്യരായ MPമാർ അഡ്വക്കേറ്റ് A റഹീം, ഡോക്ടർ ജോൺ ബ്രിട്ടാസ് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വിശിഷ്ട സാന്നിധ്യമായി നമ്മളോടൊപ്പം ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ MLA, ശ്രീ വി ജോയ് MLA, അഡ്വക്കേറ്റ് VK പ്രശാന്ത് MLA, അഡ്വക്കേറ്റ് M വിൻസെന്റ് MLA, അഡ്വക്കേറ്റ് IB സതീഷ് MLA, ബഹുമാന്യരായ DK മുരളി MLA, ശ്രീ V ശശി MLA എന്നിവരും പങ്കെടുക്കുന്നു. ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാന്യനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D സുരേഷ് കുമാറിന്റെ സാന്നിധ്യവുമുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എൻ്റെ സഹപ്രവർത്തകർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീമതി അനുകുമാരി, അതുപോലെ തന്നെ അഡീഷണൽ ഡയറക്ടർ ശ്രീ RS ഷിബു, ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ സുബിൻ പോൾ, ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൃതജ്ഞത രേഖപ്പെടുത്തുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ ഷാനവാസ് ആണ്. ഷാനവാസിന്റെ നേതൃത്വത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ എല്ലാ ചടങ്ങുകളും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ വർഷത്തെ ഈ കലോത്സവം വിജയമാക്കുന്നതിന് വേണ്ടിയിട്ട് സംഘാടക സമിതി രൂപീകരിക്കുകയും വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിക്കുകയും ചെയ്തു. ഈ സബ് കമ്മിറ്റികൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട MLAമാരാണ്. അതുപോലെ അതിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്, കൺവീനറുണ്ട്, അധ്യാപക സംഘടനാ പ്രതിനിധികളുണ്ട്. ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം ഇന്ന് ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിരിക്കുന്ന കലോത്സവം വിജയമാക്കാൻ എത്തിച്ചേർന്ന ഏവരും സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് കലോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന വിവിധ ജില്ലകളിൽ നിന്ന് മത്സരത്തിനായി പങ്കെടുക്കാൻ എത്തിച്ചേർന്ന വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമാണ്, കലാപ്രതിഭകളാണ്. അവർക്കും സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതൊരു മത്സരമല്ല, എന്നാൽ അതേസമയം തങ്ങളുടെ സർഗവാസന പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദിയായി ആയിട്ട് ഈ കലോത്സവം കാണുക കൂടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതോടൊപ്പം ഇന്നിവിടെ എത്തിച്ചേർന്ന ഏവർക്കും മാധ്യമ പ്രവർത്തകർക്കും സ്വാഗതം ചെയ്യുന്നു. നന്ദി. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ V ശിവൻകുട്ടിയെ ആദരവോടെ ക്ഷണിക്കുന്നു. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള മറ്റ് മന്ത്രിമാർ, MLAമാർ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, 63ാമത് കേരള സ്കൂൾ കലോത്സവം ആ നിരവധി പ്രത്യേകതകൾ കൊണ്ട് ഇത്തവണ ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ്. 2016 ശേഷം തിരുവനന്തപുരത്ത് വീണ്ടും എത്തിയ കലോത്സവം അതുകൊണ്ട് തന്നെ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നു. കേരള ചരിത്രത്തിൽ ആദ്യമായി തദ്ദേശീയ ജനതയുടെ 5 കലാരൂപങ്ങൾ കലോത്സവത്തിൻ്റെ മത്സര ഇനങ്ങളായി വേദിയിൽ എത്തുകയാണ്. കേരളീയ സമൂഹത്തിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണിത്. ഇന്ന് മുതൽ 8-ാം തീയതി വരെ സംസ്കൃത കലോത്സവം, അറബി കലോത്സവം ഉൾപ്പെടെ 25 വേദികളിലായി 249 മത്സര ഇനങ്ങളിലായി 15,000-ഓളം വരുന്ന കലാപ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത്. സ്കൂൾ ലെവൽ മുതൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത ആകെ കുട്ടികളുടെ എണ്ണം നോക്കിയാൽ സംസ്ഥാന യുവജനോത്സവത്തിന് മുന്നേ 5 ലക്ഷം വിദ്യാർത്ഥികൾ സംസ്ഥാനത്താകെ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞകാല അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം 20,000 പേർ ഭക്ഷണത്തിനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്.
4000 പേർക്ക് ഒരേ സമയം ഇരുന്ന് കഴിക്കുവാനുള്ള പന്തലാണ് പുത്തരിക്കണ്ടം മൈതാനത്ത് നിർമ്മിച്ചിരിക്കുന്നത്. ഫലപ്രഖ്യാപനം ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് PRDയും മാധ്യമങ്ങളും വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൈറ്റ് വിക്ടേഴ്സ് ചാനൽ മത്സരഫലം തത്സമയം നൽകും. പൊതുവിദ്യാലയങ്ങളിലെ NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, നാഷണൽ സർവീസ് സ്കീം, ജൂനിയർ റെഡ് ക്രോസ്, സോഷ്യൽ സർവീസ് സ്കീം എന്നീ സന്നദ്ധ സംഘടനകളിൽ നിന്നും പ്രത്യേകം പരിശീലനം നേടിയ 2500ഓളം വിദ്യാർത്ഥികളുടെ പിന്തുണയും ഈ മേളയിൽ ഉണ്ടാകും. പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, വാട്ടർ അതോറിറ്റി, KECB, ആരോഗ്യവകുപ്പ്, KSRTC, നഗരസഭ തുടങ്ങിയ വിവിധ ഏജൻസികളുടെ സഹായത്തോടുകൂടി വിപുലമായ സജ്ജീകരണങ്ങളാണ് നഗരത്തിൽ ഒരുക്കിയിട്ടുള്ളത്. മത്സരങ്ങൾ സുഗമമായി നടത്തുവാനും സമയക്രമം പാലിക്കുവാനും വേണ്ട എല്ലാ നടപടികളും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കുട്ടികളെ താമസിക്കുന്നതിന് വേണ്ടി 26 സ്കൂളുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. 10 സ്കൂളുകൾ റിസർവായി കരുതിയിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരത്തിനായി എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, വിജയമല്ല പങ്കെടുക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ആരോഗ്യകരമായ മത്സരമാണ് അങ്ങനെ ഇവിടെ നടത്തേണ്ടത്. പരസ്പര ബഹുമാനവും സ്നേഹവും അച്ചടക്കവും വേണം. ഇത് കലാധ്യാപകരുടെ മത്സരമല്ല, രക്ഷകർത്താക്കളുടെ മത്സരമല്ല, നമ്മുടെ കുട്ടികളുടെ മത്സരമാണെന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഫ്യൂഡൽ കാലഘട്ടത്തിൽ വേരൂന്നിയ അസമത്വത്തിൻ്റെയും മുൻവിധികളുടെയും അടിത്തറ തകർത്ത നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമി അവറുകൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കളെ വളർത്തിയെടുത്ത നാടാണ് തിരുവനന്തപുരം. കുമാരനാശാൻ, ഉള്ളൂർ S. പരമേശ്വരയ്യർ തുടങ്ങിയ സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച പ്രഗത്ഭ കവികളുടെ ജന്മസ്ഥലം കൂടിയാണ് തിരുവനന്തപുരം. കേരള ചരിത്രത്തിൻ്റെ ഭാഗമായ CV രാമൻപിള്ളയും രാജാ രവിവർമ്മയും ഈ ദേശത്തിൻ്റെ പാരമ്പര്യത്തെ കൂടുതൽ സമ്പന്നമാക്കുന്നു. കലാസാംസ്കാരികങ്ങളിലെ എണ്ണമറ്റ പ്രഗത്ഭരുടെ നാടാണ് തിരുവനന്തപുരം. സാമൂഹിക പരിഷ്കരണം, രാഷ്ട്രീയ പരിവർത്തനം, കലാപരമായ മികവ് എന്നിവയിലെ പുരോഗതിയുടെ ഉജ്ജ്വലമായ ചരിത്രമുള്ള തിരുവനന്തപുരം കേരളത്തിൻ്റെ ഭാവി അഭിലാഷങ്ങൾ ഉൾക്കൊള്ളാൻ സജ്ജമാണ്. മത്സരാർത്ഥികളും അവരുടെ മാതാപിതാക്കളും അനുഗമിക്കുന്ന അധ്യാപകർ ഉൾപ്പെടെ 25,000-ലധികം ആളുകൾ നഗരം സന്ദർശിക്കുകയും മത്സരവേദികളിൽ സജീവമായി ഇടപെടുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടാതെ വിദ്യാർത്ഥികൾ, അധ്യാപകരും പൊതുജനങ്ങളും കാഴ്ചക്കാരായി പങ്കെടുക്കും. ഈ മേള തടസ്സമില്ലാത്തതും ഊഷ്മളവുമായ സ്വീകരണം ഉറപ്പാക്കുവാൻ സംഘാടക സമിതി പ്രവർത്തനം വൻ വിജയമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. മത്സരാർത്ഥികൾക്ക് ഇപ്പോൾ നൽകുന്ന ഒറ്റത്തവണ സാംസ്കാരിക സ്കോളർഷിപ്പ് 1000 രൂപയാണ്. ഇത് 1500 രൂപ ആയി വർദ്ധിപ്പിക്കണമെന്നുള്ള കാര്യം ഗവൺമെന്റിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും പരിഗണനയിലാണ്. കേരള സ്കൂൾ കലോത്സവം കേരളത്തിന്റെ സംസ്കാരത്തിന്റെയും തനിമയുടെയും യഥാർത്ഥ ആഘോഷമാക്കി മാറ്റാം. ഈ സാംസ്കാരികോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഞാൻ എൻ്റെ ആശംസകൾ നേരുന്നു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ കരുത്ത് പൊതുസമൂഹത്തിന്റെ പിന്തുണയാണ്. കേരള സ്കൂൾ കലോത്സവം വൻ വിജയമാക്കുവാൻ എല്ലാ പിന്തുണയും പൊതുസമൂഹം നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പൂർണ്ണ പിന്തുണ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഉണ്ട്. പ്രത്യേക ഒരു പരിഗണന ലഭിക്കുന്നുണ്ടെന്നുള്ള കാര്യം കൂടി ഞാൻ സന്തോഷത്തോടു കൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയും നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 25 മത്സരവേദികളാണുള്ളത്. കേരളത്തിലെ 25 നദികളുടെ പേരാണ് വേദിക്ക് നൽകിയിരിക്കുന്നത്. പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിന് ഭാരതപ്പുഴ എന്നാണ് പേര് നൽകിയിരുന്നത്. എന്നാൽ MDയുടെ വേർപാടിന് ശേഷം MD നിള എന്ന് മാറ്റി നിശ്ചയിക്കുകയായിരുന്നു. ഭാരതപ്പുഴയുടെ ഓമനപ്പേരായ നിളയെക്കുറിച്ച് MD ഉദ്ധരിച്ച വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളയാണ്, നിള നദിയാണ് എനിക്കിഷ്ടം. നന്ദി, നമസ്കാരം. അറുപത്തിമൂന്നാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനമാണ് ഇനി. ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ആദരവോടെ ക്ഷണിക്കുന്നു. മറ്റ് വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ പങ്കുചേരുന്നു.
സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാർ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര ഉത്സവമായി വളർന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ മേളയിൽ 15,000-ഓളം കലാപ്രതിഭകളാണ് മാറ്റുരക്കുന്നത്. നേരത്തെ പറഞ്ഞു, 25 വേദികളിലാണ് കലാമേളകൾ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഈ കലോത്സവത്തോടൊപ്പം സംസ്കൃതോത്സവം, അറബിക് സാഹിത്യോത്സവം എന്നിവ കൂടി നടക്കുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി തദ്ദേശീയ ജനതയുടെ 5 നൃത്തരൂപങ്ങൾ കൂടി മത്സര ഇനങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രാക്തന കലകളുടെയും ക്ലാസിക് കലകളുടെയും എല്ലാം സംഗമവേദിയാവുകയാണ് ഈ കലോത്സവം. ഏറെ അഭിമാനകരമാണിത്. കേരളത്തിൻ്റെ കലാ സാംസ്കാരിക രംഗത്തെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം സംഭവിച്ച വർഷമാണ് കടന്നുപോയിരിക്കുന്നത്. എഴുത്തുകാരൻ, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, പത്രാധിപർ എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ MT വാസുദേവൻ നായർ വിടവാങ്ങിയ വർഷമാണ് കടന്നുപോയത്. എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടികൾക്ക് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്ന വേദിയാണ് സ്കൂൾ കലോത്സവം. അതുകൊണ്ട് തന്നെ ഈ വേദിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിക്കുന്നു. കേരളത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്നത് കഴിഞ്ഞ വർഷമാണ്. അതിൻ്റെ ആഘാതത്തിൽ അവിടങ്ങളിലെ കുട്ടികളുടെ പഠനം മുടങ്ങുന്ന സാഹചര്യമുണ്ടായി. അതിനെ മറികടക്കാനുള്ള സത്വരമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയി. കുട്ടികൾക്ക് പഠന സൗകര്യങ്ങൾ ഒരുക്കിയും പഠനോപകരണങ്ങൾ ലഭ്യമാക്കിയും നാം അവരെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നു. ആ ദുരന്തത്തെ അതിജീവിച്ച വെള്ളാർമല GHSലെ വിദ്യാർത്ഥികൾ ഇന്ന് ഈ വേദിയിൽ സംഘനൃത്തം അവതരിപ്പിക്കുകയാണ്. ആ നിലക്ക് കലാപ്രകടനം എന്നതിലുപരി അതിജീവനത്തിൻ്റെ കൂടി നേർക്കാഴ്ചയാവുകയാണ് ഈ കലോത്സവ വേദി
എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. വലിയൊരു പാരമ്പര്യത്തിൻ്റെ ഇങ്ങേയറ്റത്തെ കണ്ണികളാകുന്നവരാണ് ഇവിടെ പങ്കെടുക്കുന്ന ഓരോ കുട്ടിയും. കലോത്സവ വേദികളിൽ മാറ്റുരച്ച നിരവധി പ്രതിഭകൾ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ പിന്നീട് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ആ ബൃഹത് പാരമ്പര്യം ഉൾക്കൊണ്ടു വേണം ഈ കലോത്സവങ്ങളിൽ പങ്കെടുക്കാൻ. അങ്ങനെ നമ്മുടെ സാംസ്കാരിക രംഗത്തെയും ആസ്വാദന രീതികളെയും മാറ്റിമറിക്കുന്ന കലാസൃഷ്ടികൾ നടത്താൻ നിങ്ങൾക്ക് കഴിയും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക ഉന്നമനത്തിനായി നാളെ ഈ സമൂഹത്തെ ഒന്നടങ്കം മുന്നിൽ നിന്ന് നയിക്കേണ്ടവരാണ് ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. ആ ബോധ്യത്തോടെയുള്ള ഈ കലോത്സവത്തിലെ പങ്കാളിത്തമാണ് വിജയത്തേക്കാൾ വലിയ നേട്ടം. ആ തിരിച്ചറിവോടെ ഇതിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. മനുഷ്യർ പൊതുവെ ഉത്സവപ്രിയരാണ്. ജീവിത ദുരന്തങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ പോലും ജീവിതം ഒരു ഉത്സവമാക്കുന്നതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്. അത്തരം സ്വപ്നങ്ങളാണ് വലിയ ജനകീയ വിപ്ലവങ്ങൾക്കും സാമൂഹ്യ വ്യവസ്ഥാ മാറ്റങ്ങൾക്കും വഴിവെച്ചിട്ടുള്ളത് എന്നതിന് ലോക ചരിത്രത്തിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഉത്സവങ്ങൾ കൗമാരക്കാരുടേതും യുവജനങ്ങളുടേതുമാകുമ്പോൾ അതിന് കൂടുതൽ ഓജസ്സും ഊർജ്ജസ്വലതയും കൈവരുന്നു. ആ ചടുലത ഇവിടുത്തെ ഓരോ വേദിയിലും നമുക്ക് കാണാനാവും. ഒരു ദേശത്തിലെ മുഴുവൻ കൗമാര പ്രതീക്ഷകളും വർഷത്തിലൊരിക്കൽ ഒരിടത്തു കൂടി മികവ് പ്രകടിപ്പിക്കുന്ന രീതി ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. ഒരു തലമുറയിലെ മുഴുവൻ സർഗവൈഭവവും ആശകളും പ്രതീക്ഷകളും ആശയലോകവും ആദർശലോകവുമാണ് ഇവിടങ്ങളിൽ മാറ്റുരക്കപ്പെടുന്നത് എന്ന് നിസ്സംശയം പറയാം. മനുഷ്യൻ ഇതുവരെ ആർജിച്ച എല്ലാതരം കലാവൈഭവങ്ങളുടെയും വിചിത്രവും മായികവുമായ ഒരു ലോകം നിങ്ങൾക്ക് ഇവിടങ്ങളിൽ ദർശിക്കാനാകും. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ശിക്ഷണങ്ങളുടെയും സമർപ്പണത്തിൻ്റെയും ഫലമാണ് ഈ പ്രകടനം. അന്യം നിന്നു പോകുന്ന ഒട്ടേറെ നാടൻ കലകളും അനുഷ്ഠാന കലകളും ഇതിലൂടെ അതിജീവിച്ച് നിലനിൽക്കുന്നു. നാട്ടിൻപുറങ്ങളിലെ ഉൾപ്പെടെ അനേകം കലാചാര്യന്മാരാണ് ഇതുവഴി പരോക്ഷമായി മാനിക്കപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യുന്നത്. അവരുള്ളത് കൊണ്ടാണല്ലോ അവരുടെ ശിഷ്യഗണങ്ങൾക്ക് ഈ കഴിവും മികവും പകർന്നു കിട്ടിയത്. കുട്ടികൾ മികവിലേക്ക് ഉയരുമ്പോൾ അവരെ പ്രാപ്തരാക്കിയ ഗുരുജനങ്ങൾ കൂടി ആദരിക്കപ്പെടുകയാണ്. പഠനപ്രക്രിയക്ക് പുറത്തുള്ള സംഗതിയാണ് കലാസാഹിത്യ രംഗത്തെ പ്രവർത്തനങ്ങളെന്ന കാഴ്ചപ്പാടിന് ഇന്ന് മാറ്റം വന്നിട്ടുണ്ട്. കേവലം വൈജ്ഞാനിക വികാസം മാത്രമല്ല, മറിച്ച് കുട്ടിയുടെ കലാപരവും കായികവുമായ കഴിവുകളുടെയും വ്യക്തിത്വത്തിന് തന്നെയും സർവതല സ്പർശിയായ വികാസമാണ് വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ അവിഭാജ്യമായ ഘടകമാണ് കലാസാഹിത്യ പ്രവർത്തനങ്ങളും അതിൻ്റെ മൂർത്തീഭാവമായ ഇത്തരം മേളകളും. ഓരോ വിദ്യാർത്ഥിയിലും
അന്തർലീനമായിരിക്കുന്ന കലാകാരനെ ഉണർത്തിയെടുക്കാനുള്ള പ്രക്രിയ കൂടിയാവണം വിദ്യാഭ്യാസം. എല്ലാ വിദ്യാർത്ഥികളും അതുല്യ പ്രതിഭകളായ കലാപ്രവർത്തകർ ആകണമെന്നില്ല. എന്നിരിക്കലും ഓരോ വിദ്യാർത്ഥിയിലും അന്തർലീനമായിരിക്കുന്ന കലാപരമായ കഴിവുകൾ പ്രകാശിപ്പിക്കാൻ കൂടി വിദ്യാഭ്യാസത്തിന് കഴിയണം. കുട്ടികളിലെ കലാപരമായ ശേഷികളെ മാത്രമല്ല, അവരിലെ നന്മകളെ കൂടി പ്രകാശിപ്പിച്ചെടുക്കാൻ കഴിയണം. ചുരുക്കത്തിൽ ഒരു മനുഷ്യന്റെ പൂർണ്ണമായ ജീവിതത്തെ അഭിസംബോധന ചെയ്യുന്നതാവണം വിദ്യാഭ്യാസം എന്ന പ്രക്രിയ. രോഗാതുരമാവുന്ന മനുഷ്യ മനസ്സിനെ ചികിത്സിക്കാൻ ഏറ്റവും ഉത്തമമായ ഔഷധം കലയാണ്. കലയുടെ മനുഷ്യരാശിക്ക് നഷ്ടപ്പെടുന്ന നന്മ കലയിലൂടെ വീണ്ടെടുക്കാനാവും. വിദ്യാഭ്യാസത്തിൽ കലയ്ക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുക വഴി വ്യക്തികളിലെ ക്രിയാത്മകത വർദ്ധിപ്പിക്കാൻ സാധിക്കും. മാനുഷികമായ സമസ്ത നന്മകൾക്കും വേണ്ടി വെമ്പൽ കൊള്ളാനായി ആസ്വാദകരെ പ്രചോദിപ്പിക്കാൻ കലയ്ക്കും സാഹിത്യത്തിനും കഴിയും. അവരെ അത് പ്രചോദിപ്പിക്കും, ജീവിതത്തെ കൂടുതൽ ജീവിതയോഗ്യമാക്കിയെടുക്കാനും അത് സഹായിക്കുകയും ചെയ്യും. എന്നാൽ അതേസമയം നല്ല കലാരൂപങ്ങളും അതിൻ്റെ സൃഷ്ടാക്കളും പല കാലത്തും ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട്. ഇതിനു വേണ്ടുവോളം ഉദാഹരണങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയുണ്ട്. ഫ്യൂഡൽ വ്യവസ്ഥക്കെതിരെ ആഞ്ഞടിച്ച തോപ്പിൽ ബാസിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന നാടകത്തിനെതിരെ എത്രയോ ആക്രമണങ്ങൾ നടന്നിരുന്നു. അതിൽ മനസ്സ് വെളുത്ത് കലാപ്രവർത്തനം നിർത്തുകയല്ല ചെയ്തത്. ആ കലാകാരന്മാർ നിർത്താതെ തുടരുക തന്നെ ചെയ്തു. ഇത് പറയുന്നത് കലാരംഗത്തെ പ്രവർത്തനങ്ങൾ ആയാസരഹിതമായോ ത്യാഗം ആവശ്യമില്ലാത്തവയോ അല്ല എന്ന് സൂചിപ്പിക്കാനാണ്. തളരാതെ അതിജീവിക്കാൻ വേണ്ട മനോബലം കൂടി കലാരംഗത്തേക്ക് കടക്കുന്നവർ ആർജിക്കേണ്ടതുണ്ട്. ഇത്തരം കലോത്സവങ്ങളിൽ വിജയികളാവുന്നവർ തന്നെയാണ് പിൽക്കാലത്ത് ആ രംഗത്തെ പ്രഗത്ഭ കലാകാരന്മാരും കലാകാരികളുമായി മാറുന്നത്. നിരവധി ഉദാഹരണങ്ങൾ എടുത്തു കാട്ടാനുണ്ട്. എന്നാൽ അതേസമയം സ്കൂൾ വിദ്യാഭ്യാസകാലം കഴിയുന്നതോടെ കലാപ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഒരു വലിയ വിഭാഗവും ഉണ്ട്. നമ്മുടെ പല പഴയ കലാപ്രതിഭകളുടെയും കലാതിലകങ്ങളുടെയും പിന്നീടുള്ള ജീവിതം പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. ഈ വിഷയം ഗൗരവമായി കലാകേരളം ചർച്ച ചെയ്യേണ്ടതുണ്ട്. അവരെ കണ്ടെത്തി കലാകേരളത്തിന് മുതൽക്കൂട്ടാക്കാനുള്ള ശ്രമങ്ങൾ കൂട്ടായി നടത്തേണ്ടതുണ്ട്. സർക്കാർ ആ കാര്യത്തിൽ ശ്രദ്ധ വെക്കും എന്നുകൂടി അറിയിക്കട്ടെ. യുവജന ഹൃദയം സ്വതന്ത്രമാണ്, അവരുടെ കാമ്യപരിഗ്രഹേച്ഛയിൽ എന്നെഴുതിയത് മറ്റാരുമല്ല, മഹാകവി കുമാരനാശാനാണ്. ആഗ്രഹങ്ങളുടെ സാഫല്യത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യമാണ് പുതുതലമുറ ഇച്ഛിക്കുന്നത്. ആ ആഗ്രഹങ്ങളുടെ സർഗാത്മകമായ പ്രതിഫലനമാകും ഇനി ഇവിടെ നടക്കാൻ പോകുന്ന കലാ ആവിഷ്കാരങ്ങൾ എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കലോത്സവം ശ്രദ്ധേയമാകാൻ പോകുന്നത് ഇവിടെ അവതരിപ്പിക്കപ്പെടാൻ പോകുന്ന കലാരൂപങ്ങളുടെ വൈവിധ്യ സമൃദ്ധി കൊണ്ടാണ്. ഒരു വൈവിധ്യവുമില്ലാത്ത ഏകതാനതയാണ് കലോത്സവത്തിൻ്റെ മുഖമുദ്രയെങ്കിൽ അതെത്ര വിരസമായിരിക്കും. ഇത് കലയുടെ കാര്യത്തിൽ മാത്രമല്ല, സമൂഹത്തിൻ്റെ ആകെ കാര്യത്തിൽ പ്രസക്തമാണ്. കലോത്സവങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത് മനുഷ്യനും തമ്മിലുള്ള പരസ്പര സ്നേഹവും
സാഹോദര്യവും സഹവർത്തിത്വവും ഐക്യവുമെല്ലാം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ്. കലാപ്രകടനങ്ങൾക്കുള്ള വേദിയായിരിക്കുമ്പോൾ തന്നെ അത്തരം കാഴ്ചപ്പാടുകൾക്ക് കൂടി ഇവിടെ പ്രാധാന്യം കൈവരണം. ചിലപ്പോഴെല്ലാം കലോത്സവ വേദികൾ കിടമത്സരങ്ങളുടെയും തർക്കങ്ങളുടെയും വേദിയാകാറുണ്ട്. അതുണ്ടാവാതെ ഇരിക്കാൻ കലാപരമായ കഴിവുകളുടെ പ്രകാശനത്തിന് കൈവരുന്ന അവസരമായി ഇതിനെ കാണാൻ എല്ലാവരും ശ്രമിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഏവർക്കും നല്ല കലയുടെ ദിവസങ്ങൾ ആശംസിക്കുന്നു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നിറഞ്ഞ സന്തോഷത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിലിനെ ആദരവോടെ ക്ഷണിക്കുന്നു. യോഗ അധ്യക്ഷൻ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ V ശിവൻകുട്ടി, 63ാമത് സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി, വേദിയിലുള്ള മന്ത്രിമാർ, MLA മാർ, ജനപ്രതിനിധികൾ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, അനന്തപുരിയുടെ മണ്ണിലെത്തിയ മിടുക്കന്മാരെയും മിടുക്കുകളെയും സംഘാടക സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ ആദ്യം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ കലോത്സവത്തിൻ്റെ സന്ദേശം ബഹുമാന്യായ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും അവരുടെ പ്രസംഗത്തിലൂടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചതാണ്. ഈ കലോത്സവം വൻ വിജയകരമാക്കുവാൻ വിദ്യാഭ്യാസ മന്ത്രിയും സംഘാടക സമിതിയും അതുപോലെ വിവിധ സബ് കമ്മിറ്റികളും ഒരു മനസ്സോടെ നടത്തിയ പ്രവർത്തനമാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ദീർഘമായ ഒരു വർത്തമാനത്തിലേക്ക് കടക്കുന്നില്ല. ഐക്യത്തിൻ്റെയും ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും വേദിയാണ്. മത്സരമായിട്ടല്ല, ഉത്സവമായിട്ടാണ് നാം ഇതിനെ എടുക്കേണ്ടത് എന്ന് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ ചില തെറ്റായ പ്രവണതകൾ അടുത്ത കാലത്തായി കലോത്സവത്തിൽ കടന്നു വരുന്നത് നമ്മൾ കാണാതിരുന്നു. കലയും സാഹിത്യവും സർഗവാസനകളും മറ്റൊരാളെ തോൽപ്പിച്ചുകൊണ്ട് വിജയം നേടാനുള്ള അവസരങ്ങളല്ല. ലോകം കണ്ട എല്ലാ വലിയ കലാകാരന്മാരും മറ്റാരെയും തോൽപ്പിച്ച് വലിയവരായവരല്ല. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കൂട്ടായി കളിക്കാനും ആനന്ദിക്കാനുമാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അവരിൽ മത്സരം കുത്തിവെക്കുന്നത് നമ്മൾ മുതിർന്നവരാണ്. രക്ഷകർത്താക്കളും അധ്യാപകരും അത്തരം പ്രവണതകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കണമെന്നാണ് എനിക്ക് ഈ അവസരം സൂചിപ്പിക്കാനുള്ളത്. ഈ കലോത്സവം വലിയ വിജയകരമാക്കുവാൻ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളെയും പ്രത്യേകം അഭിനന്ദനവും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രനെ ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, ഈ മഹാമേള ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കൾ, തിരുവനന്തപുരം ജില്ലയും നമ്മുടെ ഈ തലസ്ഥാന നഗരിയും ഇന്നു മുതൽ 5 ദിവസം കലാമേളകളുടെ സംഗമവേദിയായി മാറുകയാണ്. നമ്മുടെ മക്കളുടെ സർഗവാസനയും കഴിവും മലയാളത്തിൻ്റെ സാംസ്കാരിക സമന്വതിയും കേരളീയ കലാരൂപങ്ങളുടെ വൈവിധ്യവും ഇവിടെ മാറ്റുരക്കപ്പെടുന്നതോടൊപ്പം തന്നെ അത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നമ്മുടെ കലാരൂപങ്ങൾക്കുള്ള അംഗീകാരത്തിന് വേണ്ടിയുള്ള എളിയ ശ്രമം കൂടിയായി തീരട്ടെ. ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കുന്നവർ ആരും തോക്കരുത്, ആരും ജയിക്കരുത് എന്ന നല്ല മനസ്സോടുകൂടി അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
ഈ നവവത്സര നാളുകളിൽ നമുക്ക് കിട്ടിയ സമ്മാനം ഐക്യത്തോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ഒരുമയോടെ ആഘോഷിക്കാൻ നമുക്ക് കഴിയുമാറാകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം. സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ആരോഗ്യം, വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനെ ആദരവോടെ ക്ഷണിക്കുന്നു. ആദരണീയനായ മുഖ്യമന്ത്രി, ആദരണീയനായിട്ടുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അടക്കം ബഹുമാന്യരായ മന്ത്രിമാർ, ജനപ്രതിനിധികൾ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ആദരണീയരെ, ബഹുമാന്യരെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. ഇനിയുള്ള മണിക്കൂറുകൾ കേരളത്തിന്റെ കണ്ണും കാതും മനസ്സും തലസ്ഥാന നഗരിയിലേക്ക് ഒരുമിക്കുന്ന മനോഹരങ്ങളായിട്ടുള്ള നിമിഷങ്ങളാണ്. കലാകേരളത്തിന്റെ ഐക്യത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രഘോഷണം കൂടിയാണ് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് ഇവിടെ പറയുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രതിഭാധനരാണ്. അവർക്ക് അസാധാരണമായിട്ടുള്ള പ്രതിഭയാണ് ഉള്ളത്. അവരിവിടെ അവരുടെ സന്തോഷത്തെ, അവരുടെ ഇമോഷൻസിനെ, അവരുടെ പ്രതിഭയെ ആഘോഷിക്കട്ടെ. അവർക്ക് ഒരു തരത്തിലുള്ള സമ്മർദ്ദങ്ങളും നമുക്ക് കൊടുക്കാതെ ഇരിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ നാളെ കേരളത്തെ, ഈ രാജ്യത്തെ, ഈ ലോകത്തെ നയിക്കേണ്ടവരാണ് നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ. 32 വർഷം മുൻപ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ അവസാനമായി പങ്കെടുത്തതിൻ്റെ ഓർമ്മകൾ കൂടി ഈ വേദി നൽകുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. സ്വാഗതഗാനത്തിന് മനോഹരമായ ദൃശ്യാവിഷ്കാരവുമായി നാം ഏവരെയും കലാമാമാങ്കത്തിലേക്ക് ആനയിച്ച കേരള കലാമണ്ഡലത്തിലെ കുട്ടികൾക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മൊമൻറ്റോ സമ്മാനിക്കുകയാണ്. മൊമൻറ്റോ ഏറ്റുവാങ്ങുന്നതിനായി കലാമണ്ഡലത്തിലെയും പൊതുവിദ്യാലയങ്ങളിൽ നിന്നും പങ്കാളികളായ വിദ്യാർത്ഥി പ്രതിനിധികളെയും ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികൾ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. ചടങ്ങിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും കലോത്സവത്തിന്റെ ജനറൽ കോർഡിനേറ്ററുമായ ശ്രീ ഷാനവാസ് എസ് IAS ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അവർകൾ, ബഹുമാനപ്പെട്ട ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ അവർകൾ, ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ രാജൻ അവർകൾ, ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ അവർകൾ, വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട MPമാർ, MLAമാർ, സ്വാഗതം ആശംസിച്ച പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീമതി റാണി ജോർജ് IAS അവർകൾ, ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ, വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, 63ാമത് സംസ്ഥാന കേരള സ്കൂൾ കലോത്സവമേളയ്ക്ക് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇനിയുള്ള 5 ദിനരാത്രങ്ങൾ കലയുടേതാണ്. 15,000-ഓളം വരുന്ന മത്സരാർത്ഥികൾ തങ്ങളുടെ കലാപാടവം പ്രകടിപ്പിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഈ കലാമാമാങ്കം ഇവിടെ ഉദ്ഘാടനം ചെയ്തത് എല്ലാവർക്കും സമാദരണീയനായ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളാണ്. ഈ വകുപ്പിൻ്റെ പേരിലും ഈ പരിപാടിയുടെ പേരിലും അദ്ദേഹത്തിന് ഏറെ സന്തോഷത്തോടെയും ബഹുമാനത്തോടെയും കൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചത് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർകളാണ്. ഈ പരിപാടിയുടെ വിജയത്തിനായി ആദ്യ ദിവസം മുതൽ പ്രയത്നിക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്ത
ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ബി ശിവൻകുട്ടി അവർക്ക് ഏറെ സന്തോഷത്തോടെ ബഹുമാനത്തോടെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈ പരിപാടിയുടെ സ്വാഗത സംഘം സമിതി ചെയർമാൻ ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ അഡ്വക്കേറ്റ് GR അനിൽ അവർകളാണ്. ആദ്യ ദിവസം മുതൽ ഏറെ സജീവമായി അദ്ദേഹം ഈ പരിപാടിയുടെ വിജയത്തിനായി പ്രയത്നിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഏറെ സന്തോഷത്തോടെ ഈ ചടങ്ങിൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇവിടെ പങ്കെടുത്ത റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ K രാജൻ അവർകൾ, ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ അവർകൾ, ഇവർക്ക് ബഹുമാനപ്പെട്ട ആരോഗ്യവും വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അവർകൾ, ഈ മന്ത്രിമാർക്ക് എല്ലാവർക്കും ഏറെ ബഹുമാനത്തോടു കൂടി ഈ ചടങ്ങിൻ്റെ പേരിലും വകുപ്പിൻ്റെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട MLA തിരുവനന്തപുരം അഡ്വക്കേറ്റ് ആന്റണി രാജു അവർകളാണ് ഈ റിസപ്ഷൻ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ. ഈ പരിപാടിയുടെ നേതൃത്വം നൽകിയത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഏറെ സന്തോഷത്തോടുകൂടി ഈ ചടങ്ങിൽ ഈ പരിപാടിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ അവർകൾ, ബഹുമാനപ്പെട്ട MP ഡോക്ടർ ജോൺ ബ്രിട്ടാസ്, ബഹുമാനപ്പെട്ട MLA ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവർകൾ, ബഹുമാനപ്പെട്ട MLA ശ്രീ B ജോയി അവർകൾ, അഡ്വക്കേറ്റ് VK പ്രശാന്ത് അവർകൾ, അഡ്വക്കേറ്റ് M വിൻസെന്റ് അവർകൾ, അഡ്വക്കേറ്റ് IB സതീഷ് അവർകൾ എന്നിവർക്ക് ഏറെ ബഹുമാനത്തോടുകൂടി വകുപ്പിൻ്റെ പേരിലും ഈ ചടങ്ങിൻ്റെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D സുരേഷ് കുമാർ അവർകൾ, ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീമതി അനുകുമാരി IAS, എൻ്റെ സഹപ്രവർത്തകരായ ശ്രീ RS ഷിബു അഡീഷണൽ ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ സുബിൻ പോൾ എന്നിവർക്ക് ഏറെ സന്തോഷത്തോടുകൂടി ഈ ചടങ്ങിൻ്റെ പേരിൽ നന്ദി പറയുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾ, ഈ പരിപാടിയുടെ വിജയത്തിനായി അഹോരാത്രം പ്രവർത്തിച്ച എൻ്റെ സഹപ്രവർത്തകർ, വിവിധ അധ്യാപക സംഘടനാ നേതാക്കന്മാർ, എൻ്റെ വകുപ്പിലെ തന്നെ മറ്റുള്ള ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഈ പരിപാടി വീക്ഷിക്കുവാൻ വേണ്ടിയും പങ്കെടുക്കുവാൻ വേണ്ടിയും എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കൾ, മാധ്യമ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട നാട്ടുകാർ, മാതാപിതാക്കൾ, അവരുടെ ഗുരുജനങ്ങൾ, ഈ പരിപാടിയുടെ വിജയത്തിനായി ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും വകുപ്പിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ 63ാമത് കലാമേള ഏറെ വിജയമാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് അവസാനിക്കുന്നു.